നമ്മുടെ മലയാളികളുടെ ഇടയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ കഥകൾ കേൾക്കുന്നത് എന്നും നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഇന്നും നമ്മൾ വിജയവീഥിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ്. നേതൃത്വശേഷിയും കഠിനാധ്വാനവും കൈമുതലാക്കിയ ഒരു വ്യക്തി. ഗായികയും നർത്തകിയും MBBS ഡിഗ്രി ഹോൾഡറും കൂടാതെ ഡാൻസിങ് ഡാംസേഴ്സ് എന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലൂടെ ഒത്തിരിയധികം ഇമിഗ്രൻസിനും സ്ത്രീകൾക്കും സീനിയേഴ്സിന് വേണ്ടി ധാരാളം വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്തു വരികയും അതോടൊപ്പം തന്നെ ടൊറോണ്ടോ ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ അമരക്കാരി എന്ന രീതിയിലും മലയാളികളുടെ ഇടയിൽ സുപരിചിതമാണ് ശ്രീമതി മേരി അശോക്. മേരി അശോകിൻ്റെ വിജയ കഥകളാവട്ടെ വിജയവീഥിയിലൂടെ നമ്മൾ ഇന്ന് കേൾക്കുന്നു. ഞാൻ പഠിച്ചത് സേക്രഡ് ഹാർട്ട് മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ചർച്ച് പാർക്ക്, പിന്നെ ഗവൺമെൻറ് സ്റ്റാൻലി മെഡിക്കൽ കോളേജിൽ MBBS ഗ്രാജുവേറ്റ് ആയിരുന്നു. 1998 ഞാനും എൻ്റെ ഹസ്ബൻഡ് അശോക്, എൻ്റെ മൂത്ത മോൻ ആൻഡ്രോ കാനഡയിൽ ഇമിഗ്രേറ്റ് ചെയ്തു. കാനഡയിൽ വന്നിട്ട് ഞാനിപ്പം പ്രിൻസസ് മാർഗരറ്റ് ഹോസ്പിറ്റലിലുള്ള റേഡിയേഷൻ മെഡിസിൻ പ്രോഗ്രാമിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഫോർ ദ ലാസ്റ്റ് 20 odd years. ഞങ്ങൾ 3 പെൺമക്കളായിരുന്നു. ഞാനാണ് മൂത്തത്. എൻ്റെ അച്ഛന് വലിയ സ്പോർട്സ്മാനാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഹീസ് മാഡ് ആഫ്റ്റർ സ്പോർട്സ് ആൻഡ് ഹീസ് എ വെരി ഗുഡ് സ്പോർട്സ്മാൻ ഓൾസോ. സോ പുള്ളിക്ക് വന്ന് ആരെങ്കിലും ഒരു മോള് സ്പോർട്സിൽ നന്നായിട്ട് വരണമെന്നാണ് ഭയങ്കര ആഗ്രഹം. ഞാൻ വഴുവൂർ ഡാൻസ് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത സമയം എനിക്ക് ആക്ച്വലി പറയാൻ പോയാൽ ഡാൻസിൽ ഒത്തിരി ഒരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് റോളായിരുന്നു. ജസ്റ്റ് ടൈം പാസിന് വേണ്ടി ഐ വിൽ ജസ്റ്റ് ഡു അങ്ങനെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഐ സ്റ്റാർട്ടഡ് ആ ഒരു വയസ്സ് ഓൾമോസ്റ്റ് ക്ലോസ് ടു വെൻ ഐ സ്റ്റാർട്ടഡ് ബിക്കമിങ് എ ടീനേജർ, ഐ സ്റ്റാർട്ടഡ് ലൂസിങ് മൈ സെൽഫ് ഇൻ ഡാൻസ്. അത് ആ ഡാൻസ് ചെയ്യുമ്പോഴും ഐ വാസ് ട്രാൻസ്ഫോർഡ് ഇൻ ടു എ ഡിഫറെൻറ്റ് സ്പേസ് പോലെ. സോ ഐ സ്റ്റാർട്ടഡ് ആക്ച്വലി ഇംപ്രൂവിങ് മൈ സ്റ്റൈൽ, ട്രൈങ് ടു എൻ്റെതായ ഒരു സ്റ്റൈല് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അത് എൻ്റെ മാസ്റ്റർ വന്ന് ഹി ആക്ച്വലി നോട്ടീസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പുറകിലുള്ള മുമ്പിൽ വാ അങ്ങനെ പറഞ്ഞിട്ട് പുറകിൽ ഉള്ള എന്നെ മുമ്പിൽ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യാൻ പഠിപ്പിച്ചു. ഡാൻസ് ഡ്രാമ ചെയ്തായിരുന്നു. അതിൽ വന്ന് ഞാനായിരുന്നു അതിൻ്റെ പ്രോമിനൻ്റ് ആക്ടർ. അതിൽ വന്ന് ഒരു വയസ്സായ ഒരു സ്ത്രീ ആയിട്ടാണ് അഭിനയിക്കുന്നത്. ആ സമയത്ത് വന്ന് ആ സ്ത്രീയുടെ മോൻ പോയിട്ട് അവിടെ മരിക്കുകയാണ്. മരിക്കുന്ന ആ ന്യൂസ് കേൾക്കുമ്പം ആ വയസ്സായ സ്ത്രീ വന്ന് കരയണം. ആ സമയത്ത് ഞാൻ സ്റ്റേജിൽ എനിക്കറിയാതെ തന്നെ ഞാൻ കരയാൻ തുടങ്ങി. അഭിനയിച്ചുകൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ മോനിങ്ങനെ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കരയാൻ തുടങ്ങി. ആ സമയത്ത് ചീഫ് മിനിസ്റ്റർ പുള്ളി വന്ന് ഈ സീറ്റിലിരിക്കുമ്പോൾ 2 കാലും മുകളിൽ വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ അഭിനയം കണ്ടിട്ട് പുള്ളി 2 കാലും താഴെ വെച്ചുകൊണ്ട് ഇങ്ങനെ കൈ വെച്ചുകൊണ്ടാണ് മുഴുവനും ആ ഡാൻസ് ഡ്രാമ കണ്ട് കളിച്ചത്. പിന്നെ പുള്ളി ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് സ്റ്റേജിൽ വന്ന് എന്നെ വന്ന് ഞാൻ ചെയ്തത് വന്ന് ഇറ്റ്സ് നോട്ട് എൻ ഓർഡിനറി ടാസ്ക് അങ്ങനെ പറഞ്ഞു വളരെ എൻകറേജിങ് ആയിട്ട് സംസാരിച്ചായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മൂമെൻറ്റ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് വാസ് എ വെരി ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് അറ്റ് ദാറ്റ് ടൈം ഗിവൻ മൈ ഏജ്. എനിക്ക് വന്ന് നാട്യ മയൂരി അങ്ങനത്തെ അതായത് നാട്യ മയൂരി എന്ന് പറഞ്ഞാൽ ഡാൻസിങ് പീക്കോക്കില്ലേ, സോ നാട്യ മയൂരി അങ്ങനത്തെ ഒരു അവാർഡ് എനിക്ക് കൊടുത്തായിരുന്നു. പിന്നെ 89-90 തമിഴ് ഇസൈ നാടക മന്ത്രം അവർ വന്ന് ദേ വിൽ ഹാവ് എ ഡാൻസ് കോമ്പറ്റീഷൻ എവറി ഇയർ. സോ 89-90 ആ ഇയറിൽ വന്ന് ബെസ്റ്റ് 3 സെലക്ട് ചെയ്ത് ഗവൺമെൻറ് വഴി അവരുടെ സ്പോൺസർഷിപ്പ് വഴിയെ തമിഴ്നാട്ടിൽ പല സ്ഥലത്ത് എൻ്റെ ഡാൻസ് പ്രോഗ്രാംസൊക്കെ നടത്തിയായിരുന്നു. വേൾഡ് ടാമിൽ കോൺഗ്രസ് അവർ വന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഡാൻസ് ഗ്രൂപ്പ് സ്പെസിഫിക്കലി എൻ്റെ പേര് പറഞ്ഞിട്ടാണ് ദേ ഇൻവൈറ്റഡ് അസ്.
അങ്ങനെ മൊറീഷ്യസ്, മലേഷ്യ, സിംഗപ്പൂർ, പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഡൽഹിയിൽ എല്ലാം ഈ ഡാൻസ് ഡ്രാമ ഞങ്ങൾ പോയി അവതരിപ്പിച്ചു. ലാസ്റ്റ് വീക്കെൻഡ് ഇൻ ഡിസംബർ 2 ആഴ്ച വന്ന് ദേ വിൽ ഹാവ് എ വഴുവൂർ മ്യൂസിക് ആൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ. ചെന്നൈയിലുള്ള ദ ബെസ്റ്റ് ഡാൻസ് ആർട്ടിസ്റ്റ് അവരെല്ലാവരും ആ ഫെസ്റ്റിവലിൽ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ആ ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഈവൻ ദോ വി വർ ബഡ്ഡിങ് ആർട്ടിസ്റ്റ്, ഞങ്ങൾക്കും അതൊരു വേദിയായിരുന്നു. അങ്ങനത്തെ ഒരു വേദി ഇവിടെ ഉണ്ടോയെന്ന് ഞാൻ നോക്കിയപ്പം എനിക്ക് കണ്ടില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിനകത്ത് നമ്മൾ ഹൗ മച്ച് ഐ ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദ ഡാൻസ് ഫെസ്റ്റിവൽ മൈ ഡാൻസ് മാസ്റ്റർ ഹാഡ്. അങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ ഇവിടെ തുടങ്ങിയാൽ എന്താ. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇവിടെ വന്ന് ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം നാട്ടിലിരുന്ന് നമ്മൾ വരുമ്പോൾ വി ആർ ഓൾ വി ആർ പ്രൊഫഷണലി ട്രെയിൻഡ് ഇന്ത്യയിൽ. പക്ഷേ ഇവിടെ വരുമ്പം ആ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോം പല ആർട്ടിസ്റ്റിന് കിട്ടുന്നില്ല. സോ ആ ഒരു ഇതിന് വേണ്ടി ഞാൻ ഐ വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ഡാൻസ് ഫെസ്റ്റിവൽ. 2013 ഞങ്ങൾ ഡാൻസിങ് ഡാംസൽസ് ഒരു ഡാൻസ് ഗ്രൂപ്പായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പിന്നെ അതിനെ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് രജിസ്റ്റർ ചെയ്തു. ഈ ഓർഗനൈസേഷൻ തുടങ്ങിയത് പ്രത്യേകം സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻ്റർനാഷണൽ വിമൻസ് ഡേ, DD വിമൻ അച്ചീവർ അവാർഡ്സ് സെറിമണി, പിന്നെ മദേഴ്സ് ഡേ ആൻഡ് ടൊറോണ്ടോ ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ, അങ്ങനത്തെ ഇവൻറ്റ്സൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. സോ മെയിനായിട്ട് സ്ത്രീകൾക്ക് വിമൻ എംപവർമെൻറ്റിന് വേണ്ടിയാണ് ഈ ഓർഗനൈസേഷൻ തുടങ്ങിയത്. പിന്നെ ഒത്തിരി ന്യൂ ഇമിഗ്രൻറ്റ്സ്, പിന്നെ യൂത്ത് ആൻഡ് സീനിയേഴ്സ് ഒക്കെ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ വന്ന് വോളണ്ടിയർ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞങ്ങൾ സീനിയേഴ്സിന് വേണ്ടിയും യൂത്തിന് വേണ്ടിയും പിന്നെ ന്യൂ ഇമിഗ്രൻസിന് വേണ്ടിയും വർക്ക്ഷോപ്സ്, ഓൺലൈൻ ക്ലാസ്സസ്, പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, വോളണ്ടിയർ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ കുറേ ഞങ്ങൾ ഗിവിങ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി. 2014 ഞങ്ങളുടെ ഫസ്റ്റ് ടൊറോണ്ടോ ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ ഇനോഗ്രേറ്റ് ചെയ്തത്. ലോകത്തിലുള്ള എല്ലാ ഡാൻസ് സ്റ്റൈൽസ്, ഡാൻസ് ഫോംസ് ഒറ്റ ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നതാണ് ഈ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ ഒരു പ്രത്യേകത. ഇതുവരെ ഞങ്ങൾ 2000 ആർട്ടിസ്റ്റിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. മോർ ദൻ 100 ഡാൻസ് കമ്പനീസ് ഇവിടെ ടൊറോണ്ടോ, ഓൺടാരിയോയിലുള്ള ഡാൻസ് കമ്പനീസിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോർ ദൻ 60 ഡാൻസ് സ്റ്റൈൽസ്. ഇവിടെ കാനഡയിൽ ഇത്ര ഡാൻസ് സ്റ്റൈൽസ് ഉണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല. സോ അത്ര ഡാൻസ് സ്റ്റൈൽസാണ് ഞങ്ങൾ ഇവിടെ കാനഡയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു അഭിമാനം ഡാൻസിങ് ഡാംസൽസിന് തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ വർഷവും ടൊറോണ്ടോ ഇൻ്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ സമ്മറിൽ ഔട്ട്ഡോർ ഫെസ്റ്റിവലായിട്ടും ഫാളിൽ ഇൻഡോർ ഫെസ്റ്റിവലായിട്ടാണ് നടത്തിക്കൊണ്ട് വന്നത്. ഈ വർഷം പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ വെർച്വലായിട്ടാണ് നടത്താൻ പോകുന്നത്. November 7th, every weekend from November 7th, ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പേജ് ഡാൻസിങ് ഡാംസൽസ്, പിന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആൻഡ് ത്രൂ അവർ വെബ്സൈറ്റ് www.ddshows.com, പിന്നെ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് tidifcanada.com, അതുവഴിയാണ് ഞങ്ങൾ വെർച്വലായിട്ട് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് ഈ വർഷത്തിൻ്റെ ഡാൻസ് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം. പ്രിൻസസ് മാർഗരറ്റിൽ എൻ്റെ ഒരു ഫുൾ ടൈം ജോബ്, പിന്നെ ഡാൻസിങ് ഡാംസൽസ് വഴിയെ സംതിങ് ബാക്ക് ഫോർ ദ കമ്മ്യൂണിറ്റി, അത് തവിർത്ത് ഞാൻ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ I'm also the chairperson, the Ontario chairperson for All Ladies League. Adillade Canadian Multicultural Network. Adu vandu non-profit organization focused on supporting new immigrant artists through media. Adillade എനിക്ക് ഒത്തിരി നാളായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ചാരിറ്റി വഴി ഏതെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട്.
കാനഡയിൽ മാത്രമില്ല, ഞാൻ ജനിച്ച് വളർന്ന ചെന്നൈയിലെ ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് ഞങ്ങൾ കാനഡ പീസ് ഫൗണ്ടേഷൻ അങ്ങനെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇൻ ദ ഫ്യൂച്ചർ ഐ ഹോപ്പ് ടു ഡെഡിക്കേറ്റ് മോർ ഓഫ് മൈ ടൈം ടുവേർഡ്സ് all these organizations that I'm part of. ആ ഓർഗനൈസേഷൻ നന്നായിട്ട് വളർന്നുകൊണ്ട് വരികയാണ്. ഹോപ്പ്ഫുള്ളി ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഐ എം ഏബിൾ ടു ഹാൻഡ് ഇറ്റ് ഓവർ ടു someone with the same passion as me for the performing arts and also for community development. ആ ഒരു സുപ്രഭാതത്തിൽ I want to perhaps before my retirement എനിക്ക് നാട്ടിൽ പോയി അവിടെ എൻ്റെ ഒരു സർവീസസ് വോളണ്ടിയർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.